Hey, hello. അപ്പോൾ today I'm here. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖല്ലേ? എങ്ങനെയുണ്ട് വെക്കേഷൻ ആയിട്ട്? എല്ലാവരും ട്രിപ്പിലാണോ വെക്കേഷൻ ജേർണി ആണോ എന്താണ്? എല്ലാവരും ഹാപ്പി അല്ലേടാ? സെറ്റ് അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ സ്റ്റഡീസ് എങ്ങനെ പോകുന്നുണ്ട്? അത് നമുക്കൊരു കൺസേൺ ആണ്. ഇപ്പോൾ ഫുൾ അടിച്ചുപൊളി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും, പക്ഷേ സ്റ്റഡീസ് ആ മാർച്ച് എക്സാം കഴിഞ്ഞോട് കൂടിയിട്ട് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ ആയിട്ടുണ്ടോ? പറ്റില്ല കേട്ടോ, കാരണം ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് റീസ്റ്റാർട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്നും കുറേയൊന്നും ഇല്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ എന്നും നമ്മൾ റിവൈസ് ചെയ്ത് പോകണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിങ്ങനെ നമുക്ക് ആ ഒരു പ്രാക്ടീസിങ് എബിലിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് മാം വന്നിരിക്കുന്നത് ഒരു ചെറിയ ടോപ്പിക്ക്, നമുക്ക് വളരെ ചെറിയ ടോപ്പിക്കാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മാത്സിൽ വരുന്ന ടോപ്പിക്കാണ് എന്ത്, ഇൻഡിജേഴ്സ് അല്ലേ. അപ്പോൾ ഇൻഡിജേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നത്, ഇൻഡിജേഴ്സിലെ ചെറിയ 2 ടോപ്പിക്ക് മാത്രമേ ഇന്ന് മാം പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ഇറ്റ്. ഓക്കെ, നമുക്കത് ക്ലിയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡിജേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഒരുപാട് കാര്യമൊന്നുമില്ല, വളരെ കുറച്ച് ടോപ്പിക്സേ മാം പറയുന്നുള്ളൂ കേട്ടോ ഇൻഡിജേഴ്സിലാണ്. ഓക്കെ, ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ വാട്ട് യു ഗൈസ് റിമെമ്പർ അബൌട്ട് ദാറ്റ്? നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഓർമ്മയുള്ളത്? ഇൻഡിജേഴ്സിൽ എന്തൊക്കെയാണ് ഓർമ്മ? നമുക്ക് ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ ഉണ്ട്, അവിടെ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട് അല്ലേ. എന്തൊക്കെ നമ്പേഴ്സ് ഉണ്ട് നമുക്ക് ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ? അവിടെ പോസിറ്റീവ് നമ്പേഴ്സും വരുന്നു, പോസിറ്റീവ് ഇൻഡിജേഴ്സും ഉണ്ട്, നെഗറ്റീവ് ഇൻഡിജേഴ്സും ഉണ്ട് അല്ലേ. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻഡിജേഴ്സ് നമുക്ക് നോർമലി പറയാം? They are positive and negative അല്ലേ. ഓക്കെ ഓക്കെ അല്ലേ. അപ്പം എന്തൊക്കെയുണ്ടടാ, പോസിറ്റീവ് ഇൻഡിജേഴ്സും ഉണ്ട്, നെഗറ്റീവ് ഇൻഡിജേഴ്സും ഉണ്ട്. അപ്പം ഇന്ന് മാം പറയാൻ പോകുന്നത് 4 ബേസിക് ഓപ്പറേഷൻസ്. ഏതൊക്കെയാണ് നമ്മുടെ ബേസിക് ഓപ്പറേഷൻസ്? ദാറ്റ് ഈസ് അഡിഷൻ, പറ, കമൻറ്റ് ചെയ്യൂ. അഡിഷൻ, സബ്ട്രാക്ഷൻ, പിന്നെയോ മൾട്ടിപ്ലിക്കേഷൻ, ആൻഡ് ഫൈനലി അടുത്ത എന്താ, ആൻഡ് ഫൈനലി ഡിവിഷൻ. ഓക്കെ, അപ്പം നമുക്ക് മെയിനായിട്ടുള്ള 4 ഓപ്പറേഷൻസ്, മാത്സിൽ 4 ഓപ്പറേഷൻസ്, 4 ഓപ്പറേഷൻസ് ആണ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അപ്പം നമ്മൾ ഈ ഇൻഡിജേഴ്സിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യുന്നത് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇൻഡിജേഴ്സിൽ നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്, അത് ഡിഫറെൻറ്റ് കേസസ് ഉണ്ട് അല്ലേ. നമുക്ക് പല കോമ്പിനേഷൻസ്, ഏതൊക്കെ കോമ്പിനേഷൻസ് ശ്രദ്ധിക്കണേ മക്കളെ. ഓക്കെ, ശ്രദ്ധിക്കണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമൻറ്റ് ഇട്ടിട്ട് ഡൗട്ട് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് കേസ് മാം എന്താ എടുക്കുന്നത്, 2 പോസിറ്റീവ് ഇൻഡിജേഴ്സിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അഡീഷൻ കേസാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. എന്താണ്, അഡീഷൻ കേസ് ആട്ടോ. അഡീഷൻ കേസിൽ 2 പോസിറ്റീവ് ഇൻഡിജേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കാം. നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പോസിറ്റീവ് നമ്പർ സ്റ്റേറ്റ് ആസ് ഞാനിപ്പോൾ 7 എടുക്കാം. 7 പ്ലസ് പോസിറ്റീവ് 7 ആണ്, പ്ലസ് പോസിറ്റീവ് 2. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? നമ്മൾ നോർമലി ചെയ്യാറുണ്ട്. 7 + 2 എത്രയാ? ദാറ്റ് ഇസ് 9 അല്ലേ. കിട്ടിയില്ലേ? കിട്ടി. നെക്സ്റ്റ് എങ്ങനെയാ? ഒരു പോസിറ്റീവ് 13 പ്ലസ് പോസിറ്റീവ് 3. 13 + 3 എത്രയാ? 16. ഓക്കെ, 16. നെക്സ്റ്റ് പിന്നെ പോസിറ്റീവ് 5 പ്ലസ് പോസിറ്റീവ് 6 എത്രയാ? പോസിറ്റീവ് 11 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? 2 പോസിറ്റീവ് ഇൻഡിജേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? ഒരു പോസിറ്റീവ് ഇൻഡിജർ ആണ്. അപ്പം മക്കൾക്ക് എന്ത് മനസ്സിലായി? നമ്മൾ ഇവിടെ നിന്ന് ദിറ്റ് സിംപ്ലിഫൈസ് ദാറ്റ് വെൻ വി ആഡ്, ശ്രദ്ധിക്കണേ കുട്ടികളെ, വെൻ വി ആഡ് 2 പോസിറ്റീവ് ഇൻഡിജേഴ്സ് ദ റിസൾട്ട് വിൽ ബി എ പോസിറ്റീവ് ഇൻഡിജർ. അതായത് നമ്മൾ 2 പോസിറ്റീവ് ഇൻഡിജേഴ്സിനെ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് റിസൾട്ട് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? ഒരു പോസിറ്റീവ് ഇൻഡിജർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇവിടെ നോക്കിയേ, 13 പോസിറ്റീവ് ആണ്, 3 പോസിറ്റീവ് ആണ്, ആൻഡ് വി ഗെറ്റ് 16 എന്താണ്? റിസൾട്ട് ഈസ് ഓൾസോ പോസിറ്റീവ് അല്ലേ. ഇവിടെ 5 പോസിറ്റീവ് ആണ്, 6 പോസിറ്റീവ് ആണ്, റിസൾട്ട് 11 ഈസ് എ പോസിറ്റീവ് നമ്പർ. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ എന്ത് മനസ്സിലായി? നമ്മൾ 2 പോസിറ്റീവ് ഇൻഡിജേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുക? പോസിറ്റീവ് ഇൻഡിജർ തന്നെയാണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യുക, പോസിറ്റീവ് സിമ്പിൾ ഇട്ട് കൊടുക്കുക, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, പരിപാടി കഴിഞ്ഞു. ക്ലിയർ ആണേ? ഓക്കെ.